പല കൂട്ടുകുടുംബങ്ങളിലും കുടുംബാംഗങ്ങൾ തമ്മിൽ ആദ്യകാലങ്ങളിൽ വളരെയേറെ അടുപ്പമുണ്ടായിരിക്കും. പ്രത്യേകിച്ച് സഹോദരങ്ങളുടെ മക്കൾ തമ്മിൽ യാതൊരു വേർതിരിവുമില്ലാതെ അവർ ഒന്നിച്ച് വളർന്നു വരുമ്പോഴായിരിക്കും കുടുംബത്തിൽ ഭാഗം വയ്ക്കൽ നടക്കുക. വസ്തുവിൻ്റെയും മറ്റ് സ്ഥാവരജംഗമ വസ്തുക്കളുടെയും പേരിൽ ഇന്നലെ വരെ ഒന്നിച്ചു നിന്ന മുതിർന്നവർ തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞ് തർക്കിക്കുമ്പോൾ കുട്ടികൾക്ക് ഒന്നും മനസ്സിലാവുകയില്ല. പക്ഷേ സ്വന്തം അച്ഛനമ്മമാർ പറയുന്നത് ശരിയാണെന്നേ കുട്ടി മിക്കവാറും മനസ്സിലാക്കുകയുള്ളൂ. പിന്നീട് മുതിർന്നവർ പരസ്പരം അകലുമ്പോൾ തേങ്ങുന്ന കുഞ്ഞുങ്ങളുടെ സങ്കടം മുതിർന്നവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കുട്ടികൾ പണത്തിനേക്കാളേറെ വില കൽപ്പിക്കുന്നത് സ്വന്തക്കാരോടുള്ള സ്നേഹത്തിന് തന്നെയാണ്. ഇത്തരത്തിലുള്ള ഫൈനാൻഷ്യൽ ഇന്നർ ചൈൽഡ് മുറിവുകൾ ഉണ്ടാവുന്ന കുട്ടിയുടെ ഉള്ളിൽ പണത്തോടുള്ള മനോഭാവം പണം ബന്ധങ്ങളെ അകറ്റുന്ന ഒന്നാണെന്നും പണം സമ്പാദിക്കുന്നത് തെറ്റാണെന്നുമായിരിക്കും. ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നുപോയവർ ആദ്യം പഴയ സംഭവം അതേപടി ഓർമ്മിച്ചെടുക്കുക. ആ സംഭവത്തെ അതേപടി ഉൾക്കൊള്ളാൻ ശ്രമിക്കുക, അംഗീകരിക്കുക. അതങ്ങനെ സംഭവിക്കേണ്ടിയിരുന്നു എന്ന് മനസ്സിലുറപ്പിക്കുക. മുറിപ്പാടുകളും കുറ്റബോധങ്ങളും സങ്കടങ്ങളും ഉള്ളിലേറ്റി നടന്നാൽ വിജയിക്കാനാവില്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഉള്ളിലെ മുറിവേറ്റ ശിശുഭാവം നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാവാൻ തടസ്സമാണ് എന്ന തിരിച്ചറിവാണ് ആദ്യം ഉണ്ടാവേണ്ടത്. നിങ്ങളുടെ വിജയത്തിന് യോജിച്ചതല്ലാത്ത തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതി ലിസ്റ്റ് ഉണ്ടാക്കുക. ഞാൻ മുതിർന്നു കഴിയുമ്പോൾ എൻ്റെ സഹോദരങ്ങളും ഇത്തരത്തിൽ പണത്തിൻ്റെ പേരിൽ ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തുന്നയാളായി തീരുമോ എന്ന ഭയം നിങ്ങളെ ഭരിച്ചിരുന്നോ എന്ന് പരിശോധിക്കുക. കുട്ടിക്കാലത്തെ ചിന്തയാണ് പരിശോധിക്കേണ്ടത്. ഇത്തരം ബാല്യകാല അനുഭവങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വയറ്റിൽ ആന്തൽ അനുഭവപ്പെടുക, ദാഹിക്കുക, വയറിളകാൻ തോന്നുക, ഛർദ്ദിക്കാൻ തോന്നുക, മനം പുരട്ടുക തുടങ്ങി ടെൻഷൻ അനുഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന സൂചനകൾ ശരീരം തരുന്നുണ്ടോ എന്നുകൂടി ശ്രദ്ധിക്കുക. പാസ്റ്റിനെ ഓർത്ത് ഇമോഷണലായി ജീവിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് ഭാവിയിൽ ഒന്നും നേടാനാവില്ല എന്ന സത്യം മനസ്സിലാക്കുക. യാഥാർത്ഥ്യത്തിൽ കാര്യങ്ങൾ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഇനിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. സങ്കടങ്ങളും കോപങ്ങളും വേദനകളും പ്രകടിപ്പിക്കാതെ ഉള്ളിലേക്ക് എടുത്തു വെച്ചതാണ് നിങ്ങൾക്ക് ജീവിതത്തിലുണ്ടായ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും കാരണമെന്ന് സ്വയം തിരിച്ചറിയുക. സ്വയം സമ്മതിക്കുക. സ്വന്തം വികാരങ്ങൾ ഉള്ളിലടക്കി ജീവിതകാലം മുഴുവൻ കൊണ്ട് നടക്കരുത്. ബാല്യകാല അനുഭവങ്ങളിൽ സങ്കടപ്പെടേണ്ടതില്ല. അങ്ങനെ സംഭവിച്ചത് നമ്മുടെ ബന്ധുക്കളെക്കുറിച്ച് ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാനായിരുന്നുവെന്ന് വിശ്വസിക്കുക. ആരെങ്കിലും മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് വിട്ടുകളയുക. അതുകൊണ്ട് നമുക്ക് നേട്ടങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. കോപം നമ്മുടെ സ്വാഭാവിക അനുഭവമാണ്. സ്വയം ശിക്ഷിക്കാതെ ഇരിക്കുക. സ്വയം സ്നേഹം വളരെ പ്രധാനമാണ്. സ്വയം പരിഗണിക്കാൻ കൂടുതൽ സമയം കണ്ടെത്തുക. ആന്തരിക ശിശുഭാവത്തെ അഡ്രസ്സ് ചെയ്യുക. കണ്ണാടിയിൽ നോക്കി സ്വന്തം പ്രതിരൂപത്തോട് സംസാരിക്കാം. സ്വയം സംബോധന ചെയ്ത് കത്തെഴുതാം. തുറന്ന് സംസാരിക്കാൻ വിശ്വാസമുള്ള ഒരാളുണ്ടെങ്കിൽ പലരുടെയും മനസ്സ് ശാന്തമാകും. അങ്ങനെ നമ്മൾ പറയുന്നത് കേൾക്കാൻ ഒരാൾ ഉണ്ടാവുന്നത് ഇക്കാലത്ത് ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ്. അതിനൊരു പരിഹാരം കൂടിയാണ് സ്വയം കത്തെഴുതുന്നത്. റൈറ്റ് എ ലെറ്റർ ടു യുവർ ഇന്നർ സെൽഫ്. എല്ലാം തുറന്നെഴുതാം. എഴുതിക്കഴിഞ്ഞ് കത്തിച്ച് കളയാം. കത്തെഴുതുമ്പോൾ ഏതൊക്കെ ഇമോഷൻസ് ആണ് നിങ്ങളെ ട്രിഗർ ചെയ്യുന്നതെന്ന് തിരിച്ചറിയണം. കരയാൻ തോന്നിയാൽ കരയുക. വികാരങ്ങൾ എന്നും ഉള്ളിലടക്കി വെച്ചാൽ അത് നമുക്ക് തന്നെയാണ് ദോഷം ചെയ്യുന്നത്. കൂടുതൽ വിഷയങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.